മകനും തനിക്കുമെതിരെ ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടാണ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതെന്നും ഇത്തരം മാധ്യമങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. കായംകുളത്ത് CPM വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. തന്റെ മകന്റെ പക്കൽ നിന്ന് എക്സൈസ് കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് എം.എൽ.എ. പറഞ്ഞു. മകൻ തെറ്റ് ചെയ്തിട്ടില്ല. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതിൽ രാഷ്ട്രീയമില്ല. മന്ത്രിയെ ബന്ധപ്പെട്ടിട്ടുമില്ല. താൻ BJP-യിൽ പോകുമെന്ന പ്രചാരണത്തെ പുച്ഛിച്ചു തള്ളുകയാണെന്നും പ്രതിഭ പറഞ്ഞു. മകനും തനിക്കുമെതിരെ ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ട വെച്ച് വാർത്ത നൽകുകയായിരുന്നുവെന്നും അത്തരം മാധ്യമങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഓൺലൈൻ ചാനൽ നിങ്ങൾക്കറിയാം, മൊബൈലുള്ള ആളോഹരി എല്ലാവരും പത്രക്കാരാവുന്ന കാലത്ത് നിങ്ങൾ കൊടുക്കുന്നൊരു വാർത്തയെ പിൻപറ്റി ദിവസങ്ങളോളമുള്ള വേട്ടയാടലുകൾ വരികയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാലം. അത് കണ്ടിട്ടാണ് വീണ്ടും എൻ്റെ പ്രസ്ഥാനം എന്നോട് പറയുകയാണ് നമുക്കത് ക്ലിയർ ചെയ്യണം എന്ന് പറയണം. ഒപ്പം കായംകുളം പട്ടണത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വീകാര്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ മാധ്യമ പ്രൊപ്പഗൻഡ നടന്നൊരു കാലമാണ് 2021 തെരഞ്ഞെടുപ്പ് അസംബ്ലി ഇലക്ഷൻ. മാധ്യമങ്ങൾ തന്നെയാണ് ക്യാമ്പയിനിൽ രംഗത്ത് വന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞാൻ എന്തോ ഒരു മതം പറഞ്ഞു എന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നില്ലല്ലോ. ചിലരുടെ എന്തെങ്കിലും നിലപാടാണോ അതിൻ്റെ അകത്ത്? ജനം TV-യുടെയും മീഡിയ വൺ ചാനലിൻ്റെ എന്നുള്ള ഞാൻ മീഡിയ വണ്ണിൻ്റെ മാത്രമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് ചാനലിനും അതിൻ്റേതായ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിനറിയാം. ആ ചാനലുകൾ അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ നമ്മുടെ കായംകുളത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിരെയാണെന്ന് പറഞ്ഞ് ചില ലേഖാപ്രവർത്തനങ്ങളും അണ്ടർഗ്രൗണ്ടിലൂടെ ചില പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. ശരിയല്ല. ചാനൽ ചെയ്ത് എന്താ? കഞ്ചാവുമായി പ്രതിഭയുടെ മകൻ പിടിയിലെന്നല്ലേ ചാനലുകൾ ചെയ്തത്? അതല്ലായിരുന്നു നിങ്ങളുടെ ബ്രേക്കിങ്? 90 ഗ്രാം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വലിയ കേസല്ലേ? എല്ലാ ചാനലും കൊടുത്ത ബ്രേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് 24 ആണ്. അതുകൊണ്ടാണ് 24-നെ പറഞ്ഞത്. 24x7 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാർത്ത. ഞാൻ പറഞ്ഞിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഫോട്ടോയാണ് കൊടുത്തത്, വിത്ത് ഫോട്ടോഗ്രാഫ്. അപ്പോൾ അവൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഇതില്ലേ? പിന്നെ FIR എന്ന് പറഞ്ഞ് കാണിച്ചത് കഞ്ചാവുമായി പിടിയിലായെന്ന് FIR വന്നെന്ന് അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അതാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാർത്തയുണ്ടല്ലോ. ആ വാർത്തകളെല്ലാം തെളിവ് സഹിതം കിടക്കുമല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ. അത് നമ്മൾ തമ്മിൽ കാണേണ്ടതാണ്. അതെൻ്റെ പാർട്ടി അതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാധ്യമങ്ങളെ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് സമയബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് എൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. ബിപിൻ സി ബാബു എന്നെ ക്ഷണിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളിലൂടെ അല്ലേ? ബിപിൻ സി ബാബു ഫേസ്ബുക്കിലൂടെ എഴുതുന്നതൊക്കെ എനിക്കിപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിപിൻ സി ബാബു ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ആളാണ്. അതിനുശേഷം ബിപിൻ സി ഏതോ പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ബിപിൻ സിക്ക് എന്തും പറയാം. കാരണം ആ പാർട്ടിയിൽ എന്തും പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കായംകുളത്ത് CPM വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് MLA കഞ്ചാവ് കേസിൽ മകൻ ഉൾപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയത്. തന്റെ മകന്റെ കയ്യിൽ നിന്നും എക്സൈസ് കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്ന് യു പ്രതിഭ MLA പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. മകൻ തെറ്റ് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും കുട്ടികൾ സൗഹൃദത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് തന്റെ മകനും സൗഹൃദത്തിൽ ഒത്തുചേർന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായ സംഭവത്തിൽ രാത്രി 12-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിന് ചില മാധ്യമപ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞിരുന്നു. ഫീസ് അടച്ചാൽ തീരുന്ന പെറ്റി കേസാണ് മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്തത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതിൽ രാഷ്ട്രീയമില്ല. മന്ത്രിയെ ബന്ധപ്പെട്ടിട്ടുമില്ല. താൻ BJP-യിലേക്ക് പോകുന്നെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും അതിനെ പുച്ഛിച്ചു തള്ളുകയാണെന്നും MLA പറഞ്ഞു. തനിക്ക് പറയാനുള്ളതെല്ലാം ഉടൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളെ അറിയിക്കുമെന്നും ഇതിനായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മാധ്യമ വാർത്തകളും ശേഖരിച്ചു വരികയാണെന്നും MLA പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.